ഇവിടുത്തെ ജനങ്ങൾ സംതൃപ്തരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 5 വർഷം മേയറായി പ്രവർത്തിച്ച ആളാണ് ഞാൻ. ആ സമയത്തടക്കം ഈ കഴിഞ്ഞ ആര്യ രാജേന്ദ്രൻ മേയറായിരിക്കുന്ന സമയത്തടക്കം നിരവധി മുന്നേറ്റങ്ങൾ ഈ നഗരസഭ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രായം കുറഞ്ഞ പെൺകുട്ടി നഗരം ഭരിക്കേണ്ട എന്ന് BJPയും കോൺഗ്രസും കൂടി തീരുമാനിച്ച് നഗരസഭാ കൗൺസിൽ കൂടാൻ അനുവദിക്കില്ല. വ്യാജമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. 31 വാർഡുകളിൽ മാത്രമാണ് ഈ സീവേജ് സംവിധാനം ഉള്ളതെങ്കിൽ ഇതിനെ എന്തുകൊണ്ടാണ് ഇത് എല്ലാ വാർഡുകളിലേക്കും? ഇതൊരു വലിയ നഗരമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. ഇപ്പോൾ അരുവിക്കരയിൽ നിന്ന് ജലം സംഭരിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിന് വെള്ളം എത്തിക്കുന്ന പദ്ധതികൾ ഇന്നും കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങൾ ഈ നഗരത്തിനകത്തുണ്ട്. അത് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ പഴയ രാജഭരണ കാലഘട്ടത്തിലെ വലിയ ഓവുചാലുകളുണ്ട്. അവിടെയെല്ലാം കോർപ്പറേഷന്റെ അനുമതിയോടുകൂടി അല്ലെങ്കിൽ അനധികൃതമായി കെട്ടിടങ്ങൾ നിർമ്മിക്കുകയാണ്. പൊതുസമൂഹത്തിനോട് പുറത്തു പറയാൻ പറ്റാത്ത സ്ഥലത്താണ് നിങ്ങൾ ഈ മാലിന്യം കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഈ മാലിന്യം കൊണ്ടുപോകുന്നത് ചാക്കിൽ ഈ മാലിന്യം നിങ്ങൾ പ്രൈവറ്റ് പാർട്ടികളെ കൊണ്ട് വാരിക്കെട്ടി ആമേഴഞ്ചാൻ തോടിലും പാർവതി പുത്തനാറും പോലുള്ള ആടുകളിലും തോടുകളിലും തടാകങ്ങളിലും നിക്ഷേപിച്ച് രോഗബാധ പരത്തുകയാണ് ചെയ്യുന്നത്. അമ്പലത്തിലൊക്കെ വെടിവഴിപാടെന്ന് പറഞ്ഞിരിക്കില്ലേ, അതുപോലെ എയർപോർട്ടിൻ്റെ അടുത്ത് വെടിവഴിപാടിന് വേണ്ടിയിരിക്കുന്ന ആൾക്കാരെ ATC എന്ന് വിളിച്ചിട്ട് ആകാശത്ത് വിമാനം വന്നിട്ട് വെടിവെക്കാൻ പറയും. ഇയാൾ കയ്യിലിരിക്കുന്ന ഏറുപടക്കമോ അല്ലെങ്കിൽ ഗുണ്ടോ എന്തെങ്കിലും പൊട്ടിച്ച് അവിടെയുള്ള കഴുകനെയും പരുത്തിനെയൊക്കെ ഓടിച്ചതിന് ശേഷം ATCക്ക് ഇൻഫർമേഷൻ കൊടുക്കും, ഞാൻ പടക്കം വെച്ചിട്ടുണ്ട്, കിളി പോയി എന്ന് പറയും. നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. മുന്നണികൾ ഏറെ പ്രതീക്ഷയിലാണ്. എല്ലാ ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. പതിവ് പോലെ ഇത്തവണയും ശ്രദ്ധേയമായ മത്സരം ഉറപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. ഇത്തവണ ഒരു ത്രികോണ മത്സരം തന്നെ പ്രതീക്ഷിക്കാം. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ മുന്നണികളുടെ പ്രതീക്ഷകളും തന്ത്രങ്ങളും ഏതൊക്കെ തരത്തിലാണ് പരിശോധിക്കാം. എനിക്കൊപ്പം ഇപ്പോൾ ഉള്ളത് CPM നേതാവ് അഡ്വക്കേറ്റ് VK പ്രശാന്ത്, കോൺഗ്രസ് നേതാവ് RV രാജേഷ്, BJP നേതാവ് PV രാജേഷ് എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ VK പ്രശാന്ത്, 2020 കേവല ഭൂരിപക്ഷത്തോടെ 52 സീറ്റുകളിൽ ജയിച്ചു കയറിയ ഇടതുപക്ഷം 2025 എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരസഭ ഇടതുപക്ഷം കാലാകാലങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ്. ഈ വർഷത്തെ ഇലക്ഷൻ ഞങ്ങൾ അങ്ങേയറ്റം ശുഭാപ്തി വിശ്വാസത്തോടു കൂടി കാണുന്ന ഒരു ഇലക്ഷനാണ്. കഴിഞ്ഞ 5 വർഷത്തെ കാലയളവിൽ നിരവധി കാര്യങ്ങൾ വികസന രംഗത്ത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ഇലക്ഷനിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി നിലനിർത്താൻ വേണ്ടി കഴിയും എന്നാണ് ഞങ്ങൾ കാണുന്നത്. ഇന്നിപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നായി തിരുവനന്തപുരം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് സ്മാർട്ട് സിറ്റി ടോപ്പ് അച്ചീവറായിട്ട് തിരുവനന്തപുരം നഗരസഭ മാറിയിട്ടുണ്ട്. നിരവധി ദേശീയ അന്തർദേശീയ അവാർഡുകൾ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ മനുഷ്യന് സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം തിരുവനന്തപുരം നഗരത്തിൽ സംജാതമാക്കാൻ നഗരസഭാ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഉള്ളത്. കൂടുതൽ നല്ല വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശ്രീ RV രാജേഷ്, തിരുവനന്തപുരം കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുക എന്നതാണല്ലോ കോൺഗ്രസിൻ്റെ ലക്ഷ്യം. കോർപ്പറേഷനിൽ കഴിഞ്ഞ വർഷങ്ങളിലായി 3ാമതാണ് കോൺഗ്രസ് ഉള്ളത്. 3ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ ടീം വർക്ക് വേണം, അധ്വാനം വേണം, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ടല്ലോ. അതിലേക്കൊക്കെ കടന്നു കഴിഞ്ഞോ കോൺഗ്രസ്? തീർച്ചയായും കടന്നു കഴിഞ്ഞു. കാരണം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും കോൺഗ്രസ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ചരിത്രത്തിലാദ്യമായി കോൺഗ്രസിൻ്റെ ആദ്യഘട്ടമായി 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇപ്പോൾ 69 സ്ഥാനാർത്ഥികളെ 2ാം ഘട്ടമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഈ കോർപ്പറേഷനിലെ 101 വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പൂർണ്ണമായ പട്ടിക പ്രസിദ്ധീകരിക്കുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. ഞങ്ങൾ ഇവിടെ ഈ കോർപ്പറേഷനിലെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ, കോർപ്പറേഷൻ അഴിമതിക്കെതിരായി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ്, മുൻ KPCC അധ്യക്ഷൻ ശ്രീ K മുരളീധരൻ്റെ നേതൃത്വത്തിൽ എല്ലാ വാർഡുകളിലും എത്തിച്ചേരുന്ന രീതിയിലുള്ള ജാഥ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടും എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഉത്തരവാദിത്തോടു കൂടി കോൺഗ്രസ് ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കാരണം ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ ഈ കോർപ്പറേഷനിൽ ജീവിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഗൗരവതരമായ ഒരു തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 40 വർഷത്തെ കാര്യം ശ്രീ VK പ്രശാന്ത് MLA ഇവിടെ പറഞ്ഞു. ഈ 40 വർഷക്കാലം കോർപ്പറേഷൻ അധികാരത്തിൽ നിന്ന് പലപ്പോഴും ഈ അടുത്ത കാലത്തുള്ള കോൺഗ്രസ് 3ാം സ്ഥാനത്തായിക്കോട്ടെ, കോൺഗ്രസ് പ്രതിപക്ഷത്തായിക്കോട്ടെ, പക്ഷേ എങ്ങനെയാണ് ഇവിടെ BJPയുടെ ഒരു അധികാര സ്ഥാനത്തിലേക്ക് വരുന്നത് തടയാൻ വേണ്ടി കോൺഗ്രസിൻ്റെ പരോക്ഷമായോ പ്രത്യക്ഷമായോ അല്ലെങ്കിൽ പരോക്ഷമായ പിന്തുണയോടുകൂടി തന്നെയാണ് ശ്രീ VK പ്രശാന്ത് അടക്കമുള്ളവർ 5 വർഷക്കാലം മേയറായി
ഈ കോർപ്പറേഷൻ ഭരിച്ചിട്ടുള്ളത്. പക്ഷേ എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ? ഈ കോർപ്പറേഷൻ്റെ ഇത്ര കാലം ഭരിച്ച ഇടതുമുന്നണിയുടെ കാലഘട്ടത്തിലുള്ള ഭരണകൂടങ്ങൾ അതിപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ അഴിമതിയുടെ ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ പട്ടികജാതി ഫണ്ട് വരെ 500 കോടി രൂപയുടെ അഴിമതി ഇവിടെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ എത്ര കോടി രൂപയുടെ അഴിമതിയാണ് ഈ കോർപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വളരെ കെടുകാര്യസ്ഥത, അഴിമതി, അതോടൊപ്പം തന്നെ വികസനമില്ലായ്മ, ഇതൊക്കെയാണ് ഈ ഒരു തലസ്ഥാന നഗരി എന്നുള്ള രീതിയിൽ ഒരു IT നഗരമായി വികസിക്കേണ്ട തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു കോർപ്പറേഷൻ മതിയോ, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഭരണകൂടം മതിയോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായി ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഈ കോർപ്പറേഷൻ്റെ ഭരണത്തിനെതിരെ പ്രതിപക്ഷം ഉയർത്തിയ നിരവധി ആരോപണങ്ങളുണ്ട്. BJPയും കോൺഗ്രസും ഒരുപോലെ അത് ഉന്നയിച്ചുകൊണ്ടിരിക്കാറുണ്ട്. കോർപ്പറേഷൻ ഭരണത്തിനെതിരെ കോൺഗ്രസ് ഇപ്പോൾ ജനകീയ യാത്ര വരെ നടത്തുന്നുണ്ട്. ഈ ആരോപണങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഇത് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ വഴിക്ക് നിങ്ങളും പറയുന്നുണ്ടായിരിക്കും. അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? BJPയെ പ്രതിരോധിക്കാൻ CPIM ആണ് നല്ലത് എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ RV രാജേഷ് തന്നെ പറഞ്ഞല്ലോ, തലസ്ഥാന നഗരത്തിൽ BJP കടന്നു വരാതിരിക്കാൻ CPIMനെ പരോക്ഷമായി പിന്തുണച്ചെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പോൾ BJPയെ ചെറുക്കാൻ കൃത്യമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ നയങ്ങൾക്കേ സാധിക്കൂ എന്നുള്ളതാണ്. എങ്ങനെയാണ് 3-ാം സ്ഥാനത്തുണ്ടായിരുന്ന BJP ഇന്ന് തിരുവനന്തപുരം നഗരത്തിൻ്റെ പല വാർഡുകളും പിടിച്ചെടുത്തത്? അവിടെയെല്ലാം കോൺഗ്രസ് പിന്നാക്കം പോയതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിൽ കുത്തകയായിരുന്ന പല വാർഡുകളും ഇന്ന് കൗൺസിലറായിരിക്കുന്നത് BJPയുടെ കൗൺസിലർമാരാണ്. അപ്പോൾ ഇത് കോൺഗ്രസ് മനസ്സിലാക്കണമെന്നുള്ളതാണ് എനിക്ക് ആദ്യമേ തന്നെ സൂചിപ്പിക്കാനുള്ളൊരു കാര്യം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ. ഇവിടുത്തെ ജനങ്ങൾ സംതൃപ്തരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 5 വർഷം മേയറായി പ്രവർത്തിച്ച ആളാണ് ഞാൻ. ആ സമയത്തടക്കം ഈ കഴിഞ്ഞ ആര്യ രാജേന്ദ്രൻ മേയറായിരിക്കുന്ന സമയത്തടക്കം നിരവധി മുന്നേറ്റങ്ങൾ ഈ നഗരസഭ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാലോ, ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ മേയർ ചുമതല നമ്മുടെ LDF ഏൽപ്പിച്ചത്. വളരെ ഭംഗിയായി കാര്യങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ ഒരു പ്രായം കുറഞ്ഞ പെൺകുട്ടി നഗരം ഭരിക്കേണ്ട എന്ന് BJPയും കോൺഗ്രസും കൂടി തീരുമാനിച്ച് നഗരസഭാ കൗൺസിൽ കൂടാൻ അനുവദിക്കില്ല. വ്യാജമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. 500 കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നഗരസഭയുടെ പദ്ധതി, ഒരു വർഷത്തെ പദ്ധതി പണം പോലും അത്ര വരില്ലല്ലോ. അപ്പോൾ എന്തും അങ്ങ് ആക്ഷേപിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്നവർ തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കണം. നഗരത്തിലെ ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മറ്റു ചില അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട്. കോർപ്പറേഷനെതിരെ കേട്ട ആരോപണങ്ങളിൽ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കാര്യം ഡ്രെയിനേജ് വിഷയമാണ്. 101 വാർഡുകളുണ്ടല്ലോ തിരുവനന്തപുരം കോർപ്പറേഷനിൽ. അവിടെ 36 വാർഡുകളിലാണ് ഇപ്പോഴും ഡ്രെയിനേജ് ഉള്ളത്. അതും രാജഭരണകാലത്ത് ഉണ്ടായിരുന്ന ഡ്രെയിനേജാണത്. ഈ 36 വാർഡിനപ്പുറത്ത് ഒരു വാർഡിൽ പോലും ഡ്രെയിനേജ് സംവിധാനം കൊണ്ടുവരാൻ ഇത്രയും കാലം കോർപ്പറേഷൻ ഭരിച്ച ഇടതുപക്ഷത്തിന് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആകെ തിരുവനന്തപുരത്തേ ഉള്ളൂ ഈ സംവിധാനം. ഇപ്പോഴാണ് കൊച്ചിയിലും മറ്റുമൊക്കെ അതിൻ്റെ പണികൾ ആരംഭിച്ച് മുന്നോട്ട് പോയത്. അപ്പോൾ സീവേജ് നെറ്റ്വർക്ക് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളത് 104 MLD കപ്പാസിറ്റിയുള്ള പ്ലാന്റാണ് മുട്ടത്തറയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ നഗരത്തിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ച് ഗ്രാവിറ്റി ഫ്ലോയിലാണ് ആ സീവേജ് നെറ്റ്വർക്ക് നടക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വാർഡുകളിലാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അടുത്ത 2-3 പ്രപ്പോസലുകൾ വരികയാണ്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 21 MLD കപ്പാസിറ്റിയുള്ള സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഇന്നിപ്പോൾ വിവിധ പദ്ധതികളിലൂടെ ഡ്രെയിനേജ് സംവിധാനം വളരെ കൃത്യമാക്കി മാറ്റിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, പണ്ട് നഗരത്തിൽ കിഴക്കേക്കോട്ടയും തമ്പാനൂരും ഒക്കെ മഴയെന്ന് എഴുതി കാണിച്ചാൽ പോലും നഗരം വെള്ളം കൊണ്ട് മൂടുകയാണ്. ഇപ്പോഴും വെള്ളം വരുന്നുണ്ട്, പക്ഷേ 1 മണിക്കൂറോ അരമണിക്കൂറോ കഴിയുമ്പോൾ വെള്ളം വാർന്നു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥിതി നമ്മുടെ നഗരത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അഴുക്കജാൽ സംവിധാനം വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കൃത്യമായ പദ്ധതികളിലൂടെ പരമാവധി സ്ഥലങ്ങളിലേക്ക് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പ്രദാനം ചെയ്യുന്ന വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജകമണ്ഡലമാണല്ലോ. അവിടെ 90 കാലഘട്ടത്തിൽ സീവേജിന് വേണ്ടിയിട്ട് ഇട്ട പൈപ്പ് ലൈനുകൾ ഇപ്പോൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക. ഏതാണ്ട് 2000-ലധികം വീടുകളിൽ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പല പാടുകളിലും കഴക്കൂട്ടത്തായാലും നേമത്തായാലും കോവളത്തായാലും ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഇത്തരം പ്രവർത്തികൾ നടക്കുകയാണ്. അപ്പോൾ ഇത് ഈ നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ പ്രസ്താവന ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ പ്ലാന്റിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള സംവിധാനങ്ങളാണ് നമ്മളിപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പുതുതായ ഒരു പ്ലാന്റ് കൂടി നമുക്ക് സ്ഥാപിക്കേണ്ടതായിട്ട് വരും. അത് ഭാവിയിൽ അതിൻ്റെ സർവേ നടപടികൾ നടക്കുകയാണ്. അപ്പോൾ താങ്കൾ പറയുന്നത്, ഞാനിപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഇത് എൻ്റെ മാത്രം കണ്ടെത്തലല്ല, കോൺഗ്രസും BJPയും ഒക്കെ എപ്പോഴും പറയാറുള്ളത്. പല ജനകീയ സമരങ്ങളിലും ഞങ്ങൾ മാധ്യമപ്രവർത്തകരൊക്കെ കേട്ടിട്ടുള്ളതാണ്. ഞങ്ങളോട് അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഇത്. രാജേഷും അത് കേട്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു, പറഞ്ഞിട്ടുമുണ്ടാവും പല സമരങ്ങളിലും, ഇല്ലേ? തീർച്ചയായും ശരിയാണ്. നമുക്കറിയാം, ഇത് ഈ നഗരം ഒരു പ്ലാൻഡ് സിറ്റിയല്ല, ഒരു ഹെറിറ്റേജ് സിറ്റിയാണ്. അപ്പോൾ അന്നത്തെ കാലഘട്ടം, രാജഭരണ കാലഘട്ടത്തിൽ ആരംഭിച്ചിട്ടുള്ള പല വികസന പദ്ധതികളും അല്ലെങ്കിൽ അന്ന് ആരംഭിച്ചിട്ടുള്ള ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ
അതോടൊപ്പം ഇപ്പോൾ പറഞ്ഞ പോലെ 36 വാർഡുകളിലും 31 വാർഡുകളിൽ മാത്രമാണ് ഈ സീവേജ് സംവിധാനം ഉള്ളതെങ്കിൽ ഇതിനെ എന്തുകൊണ്ടാണ് ഇത് എല്ലാ വാർഡുകളിലേക്കും, ഇതൊരു വലിയ നഗരമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയോടുകൂടി മുട്ടത്തറയിൽ ആരംഭിച്ചിരിക്കുന്ന പ്ലാന്റ് അതിൻ്റെ തന്നെ പൂർണ്ണതോതിലുള്ള പ്രവർത്തനം എത്തുമ്പോൾ എല്ലാ വാർഡുകളിലേക്കും ഈ സംവിധാനം ഏർപ്പെടുത്താൻ കഴിയുമായിരുന്നില്ലേ? അതോടൊപ്പം തന്നെ നമ്മുടെ കുടിവെള്ള പദ്ധതികൾ, അതും എത്രയോ വർഷം, ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച അരുവിക്കരയിൽ നിന്ന് ജലം സംഭരിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിന് വെള്ളം എത്തിക്കുന്ന പദ്ധതികൾ ഇന്നും കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങൾ ഈ നഗരത്തിനകത്തുണ്ട്. അത് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മഴ പെയ്താൽ അപ്പോൾ തന്നെ തമ്പാനൂരും കിഴക്കേൽക്കോട്ടയെല്ലാം പൂർണ്ണമായി വെള്ളത്തിനടിയിലാകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലഘട്ടത്തിലാണ് അതിനൊരു പരിഹാരം. എന്തുകൊണ്ടാണത്? ഇവിടെ പഴയ രാജഭരണ കാലഘട്ടത്തിലെ വലിയ ഓവുചാലുകളുണ്ട്. അവിടെയെല്ലാം കോർപ്പറേഷൻ്റെ അനുമതിയോടുകൂടി അല്ലെങ്കിൽ അനധികൃതമായി കെട്ടിടങ്ങൾ നിർമ്മിക്കുകയാണ്. ആരാണ് ഇതിന് അനുമതി കൊടുക്കുന്നത്? തിരുവനന്തപുരം ഭരിക്കുന്ന കോർപ്പറേഷൻ. അതോടൊപ്പം തന്നെ മാലിന്യ പ്രശ്നം നമുക്കറിയാം. നമ്മുടെ നഗരത്തിലെ മാലിന്യം, ആ മാലിന്യം യഥാവിധി അതൊരു ട്രീറ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയുള്ള സംവിധാനം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ശ്രീ വി ശിവൻകുട്ടി മേയറായിരുന്ന കാലഘട്ടത്തിലാണ് വിളപ്പിശാലയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്ന് പറഞ്ഞൊരു സ്വകാര്യ കമ്പനിയുമായി കരാർ ഒപ്പുവെച്ചുകൊണ്ട് അതിൻ്റെ പേരിലുള്ള അഴിമതി വേറെ നടക്കുന്നുണ്ട്. അവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിച്ചു. അതിവിടെ യഥാർത്ഥത്തിൽ മാലിന്യ സംസ്കരണമേ നടക്കില്ലായിരുന്നു. ഈ ഒരു നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും ഒരു ഗ്രാമത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഫലമായി ഗ്രാമവാസികൾ, ആ വിളപ്പശാലയിലെ നിവാസികൾ, അവർ സമരം നടത്തുകയുണ്ടായി. അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അവിടെ വലിയ ജനരോഷമുണ്ടായപ്പോൾ ആ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടേണ്ട ഒരു സാഹചര്യമുണ്ടായി. എത്ര കോടി രൂപയുടെ അഴിമതിയാണ് ഇതിൻ്റെ പുറകിലുള്ളത് എന്നുള്ള കാര്യം നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഈ മാലിന്യ സംസ്കരണ പദ്ധതികളുണ്ടല്ലോ MLA, അത് പൂർണ്ണ പരാജയമാണെന്ന ആരോപണം അടിക്കടി ഉയരുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ RV രാജേഷും പറഞ്ഞത്. അത് വെറും ഒരു ആരോപണമായി നമുക്കങ്ങനെ എഴുതിത്തള്ളാനാവുമോ? നമുക്കറിയാം, മെഡിക്കൽ കോളേജ് ഉള്ളൂർ ഭാഗത്തു നിന്നും ടെക്നോ പാർക്കിലേക്ക് ഇപ്പോൾ സിവേജ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് അതിൻ്റെ പണികൾ അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ ഈ ഓരോ മേഖലയിലും ഇത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് കാണാതിരിക്കരുത് എന്നുള്ളതാണ് ആദ്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന് മാലിന്യ സംസ്കരണം. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ നഗരസഭയാണ് നമ്മുടേത്. ഏതാണ്ട് 400 ടൺ മാലിന്യമാണ് നമ്മൾ വിളപ്പിശാല പ്ലാന്റ് ഉള്ളപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പ്ലാന്റ് 2011 പൂട്ടുമ്പോൾ നമുക്കറിയാം ഈ മാലിന്യം ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. അത് കുന്നിക്കൂടി കിടക്കുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരം നഗരത്തിൽ വ്യാപകമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും? അങ്ങനെ കാണാൻ വേണ്ടി കഴിയില്ലല്ലോ. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഡീസെൻട്രലൈസ്ഡ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഹരിതകർമ്മസേന വീടുകളിൽ പോയി പ്ലാസ്റ്റിക് എടുക്കുന്നു, ഉറവിട മാലിന്യ സംസ്കരണ പരിപാടികൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇപ്പോൾ സ്വച്ഛതാ റാങ്കിങ്ങിലടക്കം നമ്മുടെ റാങ്കിങ് മെച്ചപ്പെട്ടു. അപ്പോൾ വികേന്ദ്രീകൃത സംവിധാനങ്ങൾ റാങ്കിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള നിബന്ധനകളിൽ ഏർപ്പെടുത്തിയപ്പോൾ നമ്മുടെ റാങ്കിങ് മെച്ചപ്പെടുന്ന ഒരു സ്ഥിതി വന്നു. അതുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ നിരവധിയായിട്ടുള്ള വികസന പരിപാടികൾ നടന്നിട്ടുണ്ട്. മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിരവധി അവാർഡുകൾ കിട്ടുന്നത്. ഇപ്പോൾ നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ചായാലും സംസ്ഥാന സർക്കാരിൻ്റെ സ്വരാജ് ട്രോഫിയുടെ കാര്യം പരിശോധിച്ചാലും ഒക്കെ തന്നെ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾ സ്വായത്തമാക്കാൻ തിരുവനന്തപുരം നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മുടങ്ങിക്കിടന്ന പല പദ്ധതി, ഇപ്പോൾ അറവുശാല നമ്മളിപ്പോൾ പ്രവർത്തനം ആരംഭിച്ചു. മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങുകൾ നിരവധി സ്ഥലങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ്റെ കൗൺസിൽ യോഗങ്ങൾ നടന്നുകൊണ്ട് പോകുമ്പോൾ അവിടെ കൗൺസിൽ യോഗങ്ങൾ നടത്താൻ അനുവദിക്കാതിരിക്കുകയാണ്. എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയാം. ഞാൻ മേയറായിരിക്കുമ്പോൾ പോലും അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉയർത്തിവിടുകയാണ്. ഏതെങ്കിലും ഒരു കേസ് തെളിയിക്കാൻ ഈ പറയുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളവർക്ക് സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ അതൊന്നും സാധിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുക. ശരി, അതിന് മറുപടി പറയേണ്ടത് കോർപ്പറേഷനിലെ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ തന്നെയാണ്. VV രാജേഷാണ് അതിന് മറുപടി പറയേണ്ടത്. ഞാൻ പ്രശാന്ത് പറഞ്ഞതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കേട്ടത്. സത്യത്തിൽ എനിക്ക് അത്ഭുതവും അങ്ങേയറ്റവും തന്നെ ആശങ്കയും തോന്നുകയാണ്. അതായത് ഈ ഒരു 35-40 വർഷം ഈ കോർപ്പറേഷൻ ഭരിച്ചിട്ട് ഇതിനെ ഒരു നൂറ്റാണ്ടുകളോളം പുറകോട്ട് കൊണ്ടുപോയ ഒരു പ്രസ്ഥാനം വീണ്ടും എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിന് ജനങ്ങളെ അഭിമുഖീകരിക്കും എന്നുള്ളതിനെക്കുറിച്ച് തോന്നിയിട്ട് ആശങ്കയാണ് തോന്നുന്നത്. അതായത് ഒരിക്കലും മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണസമിതിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനെ 1 ഇഞ്ച് പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല, ദുരന്തങ്ങൾ മാത്രം സമ്മാനിച്ച് ഓരോ ദിവസവും കടന്നു പോവുകയുള്ളൂ എന്നുള്ള ഒരു ആശങ്കയിൽ നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മളൊക്കെ തന്നെ നേരിടുന്നത്. നിരവധി കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരു ചർച്ചയിൽ നമുക്ക് ഒതുക്കാൻ സാധിക്കില്ല. ഞാനിത് ആധികാരികമായി പറയുന്നത്, കഴിഞ്ഞ 5 വർഷമായി ഞാൻ ആ കോർപ്പറേഷനുള്ളിലുണ്ട്. ഞാൻ BJPയുടെ ജില്ലാ പ്രസിഡൻറ്റുമായിരുന്നു. അപ്പോൾ ഈ 2 ഉത്തരവാദിത്തങ്ങളിൽ നിന്നുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തി പഠിച്ചതിന് ശേഷം ഒരു അപകടം മണക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ ശ്രീ VK പ്രശാന്ത് ഇവിടെ ഒരു കാര്യം പറഞ്ഞു.
അതായത് വിളപ്പിൽശാല എന്ന് കേൾക്കുമ്പോൾ തന്നെ കേരളത്തിലെ ജനങ്ങളൊക്കെ ബോധം കെടുകയാണ്. കാരണം വിളപ്പിൽ ഒരു നല്ല മാലിന്യ സംസ്കരണ പ്ലാന്റിനെ ഏതു തരത്തിലൊരു ദുരന്തമാക്കി മാറ്റാം എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് വിളപ്പിൽശാലയെ കാട്ടിക്കൊടുത്തത്. അത് CPM-ൻ്റെ മേയറായിരുന്നു ശിവൻകുട്ടി. മേയറായ സമയത്താണ് അത് കൊണ്ടുവന്നത്. അവർക്കത് വിജയിപ്പിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു 400 ടൺ മാലിന്യം അന്ന് വിളപ്പിൽശാലയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ആ വിളപ്പിൽശാല പ്ലാന്റ് പൂട്ടി എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പവും നിങ്ങളുടെ ആ ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്സിൻ്റെ അഭാവവും കൊണ്ടാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ശേഷിയില്ല എന്ന് വിളപ്പിൽശാല പ്ലാന്റ് പൂട്ടി ജനങ്ങളുടെ ജീവൻ ദുരിതത്തിലാക്കിയോട് നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു. അപ്പോൾ ഈ 2011 പൂട്ടിയെങ്കിൽ 14 വർഷം കഴിഞ്ഞ് 2025 ആകുമ്പോൾ സ്വാഭാവികമായിട്ട് 400 ടൺ മാലിന്യം അന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതൊരു 600-700 ടൺ മാലിന്യം ആയി മാറും ഒരു ദിവസം എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ സമ്മതിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നു, ഈ മാലിന്യം ഇവിടെ എവിടെയെങ്കിലും കുന്നുകൂടി കിടക്കുന്നത് നമ്മൾ കാണാറുണ്ടോ? അവിടെയാണ് ആശങ്ക. നിങ്ങൾ എവിടെയാണ് ഈ മാലിന്യം കൊണ്ടുപോകുന്നത്? പൊതുസമൂഹത്തിനോട് പുറത്തു പറയാൻ പറ്റാത്ത സ്ഥലത്താണ് നിങ്ങൾ ഈ മാലിന്യം കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഈ മാലിന്യം കൊണ്ടുപോകുന്നത് ചാക്കിൽ ഈ മാലിന്യം നിങ്ങൾ പ്രൈവറ്റ് പാർട്ടികളെ കൊണ്ട് വാരിക്കെട്ടി ആമേഴഞ്ചാൻ തോടിലും പാർവതി പുത്തനാറും പോലുള്ള ആറുകളിലും തോടുകളിലും തടാകങ്ങളിലും നിക്ഷേപിച്ച് രോഗബാധ പരത്തുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ലേ? അല്പമെങ്കിലും ഉത്തരവാദിത്വ ബോധമുണ്ട് ഈ മാർക്സിസ്റ്റ് പാർട്ടിയും ഭരണസമിതിക്കും. ഈ തിരുവനന്തപുരത്തെ RCCയിലെയും തിരുവനന്തപുരത്തെ ഹോട്ടലുകളിലെയും ബില്ലടങ്ങുന്ന മാലിന്യമല്ലേ തമിഴ്നാട്ടിലെ തടാകത്തിൽ നിന്നും പിടിച്ച് ഗ്രീൻ ട്രൈബ്യൂണൽ പിഴയിടാക്കി വന്നത്? അപ്പോൾ തിരുവനന്തപുരത്തു നിന്നും ചാക്കുകെട്ടിൽ മാലിന്യം കൊണ്ടുവന്ന് സമീപ പ്രദേശങ്ങളിലുള്ള അൺഓതറൈസ്ഡ് പന്നി ഫാമുകളിൽ കൊടുക്കുന്നു. മറ്റുള്ള സ്ഥലങ്ങളിലും തിരുവനന്തപുരത്തുള്ള തടാകങ്ങളിൽ ഒഴുക്കുകയാണ്. അല്ലെങ്കിൽ കൃത്യമായിട്ട് ഞാനിപ്പോൾ ചോദിക്കുന്നു, മുൻ മേയർക്ക് അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ ആർക്കെങ്കിലും ഈ ചാനൽ ചർച്ച കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. ദിവസവും തിരുവനന്തപുരത്ത് ഉണ്ടാകുന്ന മാലിന്യം ഞങ്ങൾ ഇന്ന രീതിയിലാണ് ശാസ്ത്രീയമായിട്ട് തിരുവനന്തപുരത്ത് സംസ്കരിക്കുന്നു, കേരളത്തിൽ സംസ്കരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമുക്ക് 4 പേർക്കും ഇപ്പോൾ പോകാം. നിങ്ങൾ ആ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോഴാണ്. അത് ഞാൻ MLA-യോട് ചോദിക്കാം. അതായത് നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളമുണ്ടല്ലോ, ഈ വിമാനത്താവളത്തിന് ചുറ്റും മാലിന്യം കുന്നുകൂടി കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ എനിക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞൊരു കാര്യം, ഇവിടെ ഈ കഴുകൻ അതുപോലെ പരുന്ത് ഇതൊക്കെ പറക്കുകയാണ്. ഈ മാലിന്യം കൂടിക്കിടക്കുമ്പോൾ അങ്ങനെയാണല്ലോ സംഭവിക്കുക. അതുകൊണ്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ വിമാനം ഇറക്കാൻ വേണ്ടി ആ സമയത്ത് പടക്കം പൊട്ടിച്ച് ഈ പക്ഷികളെ ഓടിക്കുന്ന ഒരു സംവിധാനം പോലും അവിടെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ പടക്കം വാങ്ങാൻ വേണ്ടി എത്രയോ രൂപ മാറ്റിവെക്കുകയും ചെയ്യുന്നു അത്രേ. നമ്മുടെ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്, അതിന് ചുറ്റുമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഈ മാലിന്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ഒന്നും ഉണ്ടോ MLA-യുടെ ഉത്തരത്തിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ ആഡ് ചെയ്യാം. ഒരു വിധം പറഞ്ഞാൽ മതിയല്ലോ. അതായത് 3 മാസം മുമ്പ് മനോരമ പത്രത്തിലൊരു വാർത്ത, എൻ്റെ കാറിലെ പത്രം കിടപ്പുണ്ട്. ഒരു വർഷം 13 കോടി രൂപയാണ് പടക്കം വയ്ക്കാൻ വേണ്ടി തിരുവനന്തപുരം എയർപോർട്ടിൽ ചിലവാകുന്നത്. എത്ര രൂപയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എത്ര രൂപ ഒരു വർഷം. അപ്പോൾ 13 കോടി ഡിവൈഡഡ് ബൈ 12 മാസം എന്ന് പറയുമ്പോൾ ഒരു മാസം എത്ര രൂപ ചിലവാകുമെന്ന് പറയും. അതിൽ ഞാൻ വായിച്ചു, നല്ല ഒരു 6-7 കോളം ആർട്ടിക്കിളാണ് ഞാൻ വച്ചിട്ടുണ്ട്, സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ വരുന്നത് വിമാനങ്ങൾ ആകാശത്ത് വരുമ്പോഴേക്കും ATCയിൽ നിന്നും ഈ പടക്കം വയ്ക്കുന്ന ആളുണ്ട്. അമ്പലത്തിലൊക്കെ വെടിവഴിപാടെന്ന് പറഞ്ഞിരിക്കില്ലേ, അതുപോലെ എയർപോർട്ടിൻ്റെ അടുത്ത് വെടിവഴിപാടിന് വേണ്ടി ഇരിക്കുന്ന ആൾക്കാരെ ATCയിൽ നിന്ന് വിളിച്ചിട്ട് ആകാശത്ത് വിമാനം വന്നിട്ട് വെടിവെക്കാൻ പറയും. ഇയാൾ കയ്യിലിരിക്കുന്ന എയർ പടക്കമോ അല്ലെങ്കിൽ ഗുണ്ടോ എന്തെങ്കിലും പൊട്ടിച്ച് അവിടെയുള്ള കഴുകനെയും പരുന്തിനെയൊക്കെ ഓടിച്ചതിന് ശേഷം ATCക്ക് ഇൻഫർമേഷൻ കൊടുക്കും, ഞാൻ പടക്കം വെച്ചിട്ടുണ്ട്, കിളി പോയി എന്ന് പറയും. ഉടൻ തന്നെ ATCയിൽ നിന്ന് വിമാനത്തോട് പറയും ഇവിടെ പടക്കം വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് വിമാനം താഴുന്നത്. പരിഷ്കൃത സമൂഹത്തിൽ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? എയർപോർട്ടിന് ചുറ്റും അല്പമെങ്കിലും കോമൺ സെൻസ് ഉള്ള ആരെങ്കിലും മാലിന്യം ശേഖരിക്കും. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ നേരത്തെ പ്രശാന്ത് പറഞ്ഞതുപോലെ 400 ടൺ മാലിന്യം നഗരത്തിൽ കാണാനില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന ഏത് സ്ഥലം ഉണ്ടെങ്കിലും അവിടെ, അപ്പം നോക്കിയപ്പോൾ എയർപോർട്ടൊന്നും നോക്കിയില്ല, എയർപോർട്ടിൻ്റെ അടുത്ത് കുറേ സ്ഥലം കിടപ്പുണ്ട്, അവിടെ കൊണ്ട് തട്ടുന്നു. അവിടെ ഈ മാലിന്യം തട്ടുമ്പോൾ ആ മാലിന്യം ഭക്ഷിക്കാൻ വേണ്ടി കഴുകനും പരുന്തും വരുന്നു. അതുകൊണ്ടാണ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും വളരെ വലിയ വിമാനങ്ങൾ തിരുവനന്തപുരത്ത് വരാത്തതിൻ്റെ ഒരു തടസ്സം പക്ഷി എഞ്ചിനിൽ ഇടിച്ച് തകരാറിലാവുന്നുള്ള ഭയം കൊണ്ടാണ്. അതിൻ്റെ ഒന്നാം പ്രതി ലോക്കൽ അഡ്മിനിസ്ട്രേഷനാണ്, തിരുവനന്തപുരം കോർപ്പറേഷനാണ്, CPM ആണ്. കഴിഞ്ഞ 45 വർഷം ഭരിക്കുന്നത് നിങ്ങളാണ് എൻ്റെ ഉത്തരവാദി. MLA ഈ പടക്കം വാങ്ങുന്നതും അതിന് 13 കോടി ചെലവഴിക്കുന്നതുമൊക്കെ ഞാനും വായിച്ചറിഞ്ഞ അറിവാണ്. ഞാനും കണ്ടിട്ടില്ല ഈ പടക്കം പൊട്ടിക്കുന്നത്. പക്ഷെ ഒന്നറിയാം, ഈ വിമാനത്താവളത്തിന് ചുറ്റും മാലിന്യം കുന്നുകൂടി കിടപ്പുണ്ട്, അത് നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ഇനി അതിനൊരു പരിഹാരം MLA? അല്ല, അങ്ങനെ 13 കോടിയുടെ ദീപാവലി പടക്കം മുഴുവൻ എയർപോർട്ടിൽ ഇരിക്കുന്നു എന്നാണ് നിങ്ങളെല്ലാം അവിടെ പറയുന്നത്. എന്തോ എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ഇനി അത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയും പടക്കം അവിടെ മാറ്റി വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാം. ലോകത്ത് തിരുവനന്തപുരത്തല്ല എല്ലാ എയർപോർട്ടുകൾക്കും പക്ഷിയുടെ ശല്യമുണ്ട്. അതിൽ എന്താ അതിശയോക്തി?
പക്ഷിയുടെ ശല്യം എല്ലാ വിമാനത്താവളങ്ങളിലും ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു വിമാനാപകടം തിരുവനന്തപുരം എയർപോർട്ടിൽ ഉണ്ടായിട്ടുണ്ടോ? ഇത് ഇത്രയും നാളത്തെ ചരിത്രത്തിനിടയിൽ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ നമ്മുടെ നഗരത്തെ അങ്ങ് എന്തും പറഞ്ഞ് ആക്ഷേപിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. ഏറ്റവും കൂടുതൽ എയർക്രാഫ്റ്റുകൾ സർവീസ് നടത്തുന്ന ഒരു വിമാനത്താവളങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം എയർപോർട്ട്. അതുകൊണ്ട് പക്ഷി കാരണം അവിടെ വിമാനമൊന്നും വരുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു സംഭവം തിരുവനന്തപുരത്ത് ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ചത് 400 ടൺ വിളപ്പിശാലയിലേക്ക് കൊണ്ടുപോയെങ്കിൽ അതിൻ്റെ അളവ് ഇന്ന് കുറച്ചിട്ടുണ്ട്. എങ്ങനെ കുറച്ചു? അന്ന് ഞാൻ മേയറായിരിക്കുന്ന സമയത്ത് തന്നെ നടപ്പാക്കിയിട്ടുള്ള വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ സംവിധാനം, ഗ്രീൻ പ്രോട്ടോകോൾ, അതുപോലെ തന്നെ സീറോ വേസ്റ്റ്, തുമ്പൂർ മൊഴി സംവിധാനങ്ങൾ, പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാനുള്ള ഹരിതകർമ്മസേന സംവിധാനം, ഇതുവഴിയാണ് മാലിന്യം കുറയുന്നത്. ഞാനതാണ് ധൈര്യപൂർവ്വം നിങ്ങളോട് ചോദിച്ചത്. തിരുവനന്തപുരം നഗരത്തിൽ ചില ഒറ്റപ്പെട്ട കേന്ദ്രങ്ങളിൽ മാലിന്യം കണ്ടേക്കാം. പക്ഷേ ഇപ്പോൾ ഡൽഹി നഗരത്തിൽ ദിസ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. എവറസ്റ്റ് കൊടിമൂടി പോലെ മാലിന്യമുണ്ട്. ആ മാലിന്യമല പൊട്ടിത്തെറിച്ചിട്ടാണ് യമുന നദിയിലേക്ക് ഇതെല്ലാം കൂടെ വീണ് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായത് നമ്മൾ പത്രങ്ങളിൽ വായിച്ചത്. തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ കാണിച്ചില്ല. ഇപ്പോൾ രാജേഷ് വെല്ലുവിളിച്ചല്ലോ, ഞാൻ കൂടെ വരാം രാജേഷിൻ്റെ കൂടെ. നമ്മുടെ ചില സ്ഥലങ്ങൾ, ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളുണ്ട്, പാമിഴഞ്ചം തോടന്നോ അദ്ദേഹം പറഞ്ഞില്ല പാർവതിപുത്തനാറെന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ അതെല്ലാം കൃത്യമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാർവതിപുത്തനാറിൻ്റെ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. ആ തീരദേശത്തുള്ള മുഴുവൻ വീടുകളിലും പ്രത്യേകമായിട്ടുള്ള ഡ്രെയിനേജ് സംവിധാനം, ടോയ്ലറ്റ് സംവിധാനം ഒരുക്കിക്കൊണ്ട് അവിടെ നിന്ന് മാലിന്യം വരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ. നമ്മൾ കൊണ്ടുപോകുന്ന ഒരു മാലിന്യവും ഒരിടത്തും കൊണ്ട് നഗരസഭ നിക്ഷേപിക്കുന്നില്ല. ചില കരാറുകാർ വല്ലതും എടുത്തിട്ട് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയെന്ന് പറയുന്നു. അത് കരാറുകാരുടെ പാകപ്പിഴയാണ്. അപ്പോൾ കണ്ണടച്ചിരുട്ടാക്കുന്നവർക്ക് അതങ്ങനെ ഇരുട്ട് തന്നെ ആയിരിക്കും. നഗരത്തിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ കാണാതെ ഞാൻ ആർ വി രാജേഷിലേക്കും വരാം. പ്രതിപക്ഷത്തിന് മറുപടി പറയാനുണ്ടാവും. പ്രതിപക്ഷം അങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണോ കോർപ്പറേഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ? രാജേഷ്, ഞാനിതിലൊരു പറയാം. ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞു അതിൽ കൈകാര്യം ചെയ്യുന്ന ഏജൻസി ഉണ്ട്, ഇവിടെ തുമ്പൂർ മൊഴിയുണ്ട്, RRC ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ സിമ്പിളായിട്ട് ചോദിക്കും, ഈ ഏജൻസി തന്നെയാണ് ഇവിടെ നിന്ന് എടുത്തിട്ട് അപ്പുറത്തുകൊണ്ട് തള്ളിയത്? ഈ ഏജൻസികൾ ചെയ്ത പണി എന്താണ്? നിങ്ങൾ പറയും ഞങ്ങളുടെ ഉത്തരം. നിങ്ങളൊരു ഏജൻസിയെ ഏൽപ്പിക്കുമ്പോൾ ആ ഏജൻസി വേസ്റ്റ് എവിടെയാണ് ഡിസ്പോസ് ചെയ്യുന്നതെന്ന് നോക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? നിങ്ങൾ ഏൽപ്പിച്ച കോർപ്പറേഷൻ്റെ ഓതറൈസ്ഡ് ഏജൻസിയാണ് RCCയിലെയും ഇവിടുത്തെ ലീല ഹോട്ടലിലെയും തിരുവനന്തപുരത്തെ ഹോട്ടലുകളിലെയും മാലിന്യം എടുത്തുകൊണ്ട് തടാകത്തിൽ തള്ളിയത്. ഏജൻസി ഇതാണ് ചെയ്യുന്നത്. ഞങ്ങൾ ചോദിക്കുന്നത്, ഈ മാലിന്യം ശാസ്ത്രീയ അദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്തു, മാലിന്യ സംസ്കരണ സംവിധാനം ഇല്ലാതെ എങ്ങോട്ട് മാലിന്യം പോകുന്നു ലോകം അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ അത്ഭുതം തന്നെയാണ് ആറ്റിൽ തള്ളുന്നു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള 700 ടൺ മാലിന്യം നമുക്ക് ഒരുമിച്ച് പോകാം, ഇന്ന രീതിയിൽ ഇതിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഇന്നിടത്താണ് സംസ്കരിക്കുന്നതെന്ന് ഒരു തവണ എന്താ വെളിയിൽ ലോകത്തെ കാണിക്കാൻ പറ്റാത്ത സ്ഥലത്താണ് മാലിന്യം സംസ്കരിക്കുന്നത്. ഇത് കാണിക്കുവാനുള്ള ധൈര്യമുണ്ട്. 45 വർഷമായില്ലേ പണി തുടങ്ങിയിട്ട്. ഞങ്ങൾ ആ സംവിധാനമുണ്ട്, ഈ സംവിധാനം. നിങ്ങൾ എവിടെയായി മാലിന്യം കൊണ്ട് സംസ്കരിക്കുന്നത്, അതിൻ്റെ ബൈ പ്രോഡക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അത് അറിയുവാനുള്ള ഉത്തരവാദിത്വം ഒരു സമൂഹത്തിനില്ലേ? അത് 45 വർഷമായിട്ടും അത് പുറത്തു കാണിക്കുകയോ ചെയ്യാനോ പറ്റാത്ത ഒരു ഭരണ സംവിധാനം അമ്പേ പരാജയമാണ് എന്ന് പറയുന്നതിൽ യാതൊന്നുമില്ല. പിന്നെ ഞാൻ 13 കോടി രൂപ പടക്കം വാങ്ങിച്ച് വിമാനത്താവളത്തിൽ ഞാൻ പറഞ്ഞില്ല. ഒരു വർഷം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പരിതാപകരമായ അവസ്ഥ, പുവർ വേസ്റ്റ് മാനേജ്മെൻറ്റ് മൂവ്മെൻറ്റ് കൊണ്ട് എയർപോർട്ടിൻ്റെ ചുറ്റും അടിഞ്ഞുകൂടുന്ന പക്ഷികളെയും അതുപോലെ തന്നെ വേസ്റ്റിൻ്റെയും പ്രശ്നം കാരണം 13 കോടി രൂപ ചിലവാകുന്നതാണ് പറഞ്ഞാൽ. അദ്ദേഹം അത്ഭുതമാണ് തോടെ ചോദിക്കുകയാണ്. ഇവിടെ വിമാനാപകടം എന്ന് പറയുമ്പോഴേക്കും നൂറുകണക്കിന് ആൾക്കാർ മരണപ്പെടുന്ന അപകടമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഒന്ന് എന്നെക്കാൾ MLA സംവിധാനം ഉണ്ടാവുമല്ലോ, ഒന്ന് എയർപോർട്ടിൽ അന്വേഷിച്ചിട്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ കൊടുക്കുക. എത്ര വിമാനമാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വെച്ച് പക്ഷിയിടിച്ച് എഞ്ചിൻ കംപ്ലയിൻ്റ് ആയത്, എത്ര വിമാനങ്ങൾക്കാണെന്ന് റൈറ്റ് ടു ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നു. മിനിമം ഒരു 50 വിമാനങ്ങളുടെയെങ്കിലും എഞ്ചിൻ പക്ഷിയിടിച്ചിട്ട് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. ഈ ആശങ്ക കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്നും തിരുവനന്തപുരത്ത് വിമാനങ്ങൾ വരുന്നത് കുറയുന്നു. ശ്രീ ആർ വി രാജേഷ്, സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ, അതൊക്കെ ജനങ്ങൾ എങ്ങനെ കണക്കിലെടുക്കുമെന്നാണ് കരുതുന്നത്? അല്ല, ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സംസ്ഥാനത്ത് ഇന്ന് വരെ നടക്കാത്ത രീതിയിലുള്ള അഴിമതിയും കൊള്ളയും ഒക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശബരിമലയിലെ അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പം പോലും മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക്. ഇതിപ്പോൾ ഇന്നലെ തന്നെ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്, ഇത് എവിടെ കടത്തിക്കൊണ്ടുപോയി, ഇത് ഏതെങ്കിലും വിദേശത്തോ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇത് കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റോ, ഇതിനൊന്നും മറുപടി പറയാൻ കഴിയുന്നില്ല. ഇതിനെല്ലാം ഉത്തരവാദികൾ ഈ ഇവിടെ ദേവസ്വം ബോർഡ് ഭരിക്കുന്നവർ, ദേവസ്വം മന്ത്രിമാരായിരുന്നവർ, ഇവർക്കൊക്കെ പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്. അവരുടെ പങ്കാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പത്മകുമാറിൻ്റെ പങ്ക്, CPMൻ്റെ ഏറ്റവും വലിയ സഹയാത്രികനായിരുന്ന മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും ദേവസ്വം കമ്മീഷണറും പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി CPM എല്ലാ കാലഘട്ടത്തിലും സംരക്ഷിച്ചുകൊണ്ട് വാസുവിൻ്റെ പങ്ക്, ഇപ്പോൾ ഇരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾക്കെതിരായി അതിരൂക്ഷമായ വിമർശനം ഹൈക്കോടതി ഉയർത്തിയിരിക്കുകയാണ്. വിശ്വാസി സമൂഹത്തിന് നേരെ എല്ലാ കാലഘട്ടത്തിലും വെല്ലുവിളി ഉയർത്തുന്ന ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് നടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ
ആ ഗവൺമെൻറ് കീഴിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിലുള്ള ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും ഒക്കെ ഇതിനകത്തുള്ള പങ്ക് പുറത്തു വന്നിട്ടിരിക്കുമ്പോൾ അതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കില്ലേ? MLA, അതിദാരിദ്ര്യ മുക്ത കേരളമാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം, അങ്ങനെ നിർവചിച്ചു കഴിഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ അടുത്തേക്ക് നിങ്ങളൊക്കെ വോട്ട് ചോദിച്ച് പോവേണ്ട സമയമാണ് ഇപ്പോൾ വരുന്നത്. അവരെ ഇപ്പോൾ ഈ പ്രതിപക്ഷം BJPയും കോൺഗ്രസും ഒക്കെ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾ, ഇപ്പോൾ രാജേഷ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ എങ്ങനെയാണ് ഈ ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ പോകുന്നത്? അല്ല, ജനത്തെ മനസ്സിലാക്കേണ്ട കാര്യമില്ല. അവരുടെ നിത്യജീവിതത്തിൽ അതെല്ലാം ഗുണകരമായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ തലസ്ഥാന നഗരസഭ 21,000 പേർക്ക് വീട് കൊടുത്തു. കേരളത്തിലെ ആകെ 4.5 ലക്ഷത്തിലധികം ആളുകൾക്ക് വീട് കൊടുത്തിട്ടുണ്ട്. മുഴുവൻ ആളുകൾക്കും കക്കൂസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാത്തവരാണോ ഇവരെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, BJPയും കോൺഗ്രസും ഭരിക്കുന്ന ഇന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങളുണ്ടല്ലോ, കേരളത്തെക്കാൾ വലിയ സംസ്ഥാനങ്ങൾ, കേരളത്തെക്കാൾ സമ്പത്തുള്ള സംസ്ഥാനങ്ങൾ, അവിടങ്ങളിലേക്ക് സ്ഥിതി എന്താ? നിങ്ങളൊന്ന് പോയി പരിശോധിക്കണം. എന്നിട്ട് നിങ്ങൾ കേരളവുമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യേ. ഇവിടെ ദാരിദ്ര്യം ഇല്ലാതായി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് 1957 EMS സർക്കാർ മുതൽ ഇന്ന് വരെ നടപ്പാക്കിയിട്ടുള്ള പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ദാരിദ്ര്യമില്ലാതായി എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പട്ടയം കൊടുക്കുന്നത്, അതിൻ്റെ ഭാഗമായിട്ടാണ് വീട് കൊടുക്കുന്നത്, റേഷൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്, കുടുംബശ്രീ ദാരിദ്ര്യ ലഘൂകരണത്തിന് വേണ്ടി സ്ഥാപിച്ചത്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പട്ടിണി ഇല്ലാതായി എന്ന് ഞങ്ങൾ പറയുന്നത്. കേരളത്തിൽ ഇന്ന് എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിലേക്ക് പോവുകയാണ്, ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെട്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായി വലിയ മാറ്റം കേരളത്തിൽ വരികയാണ്. നിങ്ങൾ കഴിഞ്ഞ 1ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വലിയ ആരോപണം ഉയർത്തിയല്ലോ. ജനങ്ങൾ ആരുടെ കൂടെ നിന്നത്? ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനൊപ്പം. കാരണം ജനങ്ങൾക്കറിയാം ആരുടെ പക്ഷത്താണ് ഇടതുപക്ഷം. ഈ ഗവൺമെൻറ്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ആരുടെ പക്ഷത്താണ്? ജനം തീരുമാനിച്ചു, വിധി എഴുതി, ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു ഇടതുപക്ഷത്തിൻ്റെ തുടർഭരണം വന്നു. ഇനി ഇതാ 3ാം ഭരണത്തിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. ജനങ്ങളുടെ കൈകളിലേക്ക് ദാരിദ്ര്യമുക്തമാക്കി എന്ന് പറയുന്ന ഗവൺമെൻറ് ഈ നവംബർ മാസം 20-ാം തീയതി 2000 രൂപ പെൻഷൻ വർദ്ധിപ്പിച്ച് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക 1600 കൂടെ ചേർത്ത് 3600 രൂപ ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുക. 30 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള മഞ്ഞക്കാർഡും പിങ്ക് കാർഡും കൈവശമുള്ള സ്ത്രീജനങ്ങൾക്ക് 1000 രൂപ കൊടുക്കുക. ആശാ വർക്കർമാർക്ക്, നമ്മുടെ അംഗനവാടി വർക്കർമാർക്ക്, ഹെൽപ്പർമാർക്ക്, സാക്ഷരതാ പ്രേരകന്മാർക്ക്, കുടുംബശ്രീ ADSൻ്റെ ഭാരവാഹികൾക്ക്, ഇവർക്കെല്ലാം 1000 രൂപ വീതം കൊടുക്കുക. അപ്പോൾ ഇത് ജനങ്ങളുടെ കൈകളിലേക്ക് ദാരിദ്ര്യമില്ലാതാക്കി എന്ന് പറയുമ്പോൾ തന്നെ പണം ലഭ്യത ഉറപ്പാക്കുകയാണ്.